സസ്പെൻഷൻ നടപടിയിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസ്. DCC പ്രസിഡന്റിന് പക്വതയില്ല. നോട്ടീസ് പോലും നൽകാതെ ഇരുട്ടിന്റെ മറവിൽ നടപടിയെടുത്തു. കൂടുതൽ പ്രതികരിക്കുമെന്ന ഭയം കൊണ്ടാണ് പെട്ടെന്നുള്ള നടപടിയെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ഒരു പക്വത DCC പ്രസിഡന്റ് കാണിക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇന്ന് ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ രാത്രി എനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളോടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഈ രാത്രിയുടെ മറവിൽ, ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക? ഫൈസൽ ഹംസ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ഫൈസൽ ഹംസ. ഉടൻ പുറത്താക്കി, ഇനി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് കടക്കു പുറത്തെന്ന് പറഞ്ഞതിനോടുള്ള വിയോജിപ്പാണ് ലാലി ജെയിംസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ പാർട്ടിയിൽ തന്നെ തുടരും, അതുതന്നെയല്ലേ ലാലിയുടെ സ്റ്റാൻഡ്? കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഇന്നലെ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ലാലി ജെയിംസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സസ്പെൻഷൻ കൊണ്ടൊന്നും തൻ്റെ നിലപാട് മാറ്റാനാവില്ല, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ആരോപണങ്ങളിൽ തെളിവുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ലാലി ജെയിംസിൻ്റെ ഉന്നം കൃത്യമായി തൃശൂർ DCC ആണ്, DCC പ്രസിഡന്റാണ് എന്ന് ഇന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ജോസഫ് M. ടാജറ്റിന് പക്വതയില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. തൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ തന്നെ വിളിക്കാനോ DCC നേതൃത്വം തയ്യാറായില്ല എന്നുള്ള ആരോപണവും ലാലി ജെയിംസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ലാലി പറയുന്നത് ഇങ്ങനെയാണ്: രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിലാണ് തനിക്കെതിരെ നടപടിയെടുക്കുന്നത്. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അതിന് നടപടിയെടുക്കുമ്പോൾ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. ഒരു നോട്ടീസ് നൽകണം, കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം. അത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പാർട്ടി നേതൃത്വം പാലിച്ചില്ല. എടുത്തതിൽ നടപടിക്രമം പാലിച്ചില്ല, രണ്ടിലും നടപടിയുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നടപടിയാകുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. ലാലി ജെയിംസിനോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഫൈസൽ, അപ്പോൾ ലാലി ജെയിംസിനോട് കൂടി ഒന്ന് വരാൻ പറയൂ. നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ ലാലി ജെയിംസിനെ എത്തിക്കാം. എന്നിട്ട് ലാലി ജെയിംസിനോട് എന്താണ് ചേച്ചി പ്രശ്നമെന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം, അല്ലേ?